ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് 25 വർഷത്തിലേറെ പഴക്കമുള്ള കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങളാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ നഴ്സറി ഫാമാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. ചെടികളും പൂക്കളുമായി വർണ്ണപ്പകിട്ടേറിയ ഈ ഫാം തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂട് കണ്ണറവിളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 25 വർഷത്തിലേറെ പഴക്കമുണ്ട് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡന്. വിവിധ വർണ്ണങ്ങളിൽ കൃത്യമായി അടുക്കി തിട്ടപ്പെടുത്തിയ ചെടികളുടെ നീണ്ട നിരയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ KBGRC 1972 ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലെ തിരുവനന്തപുരത്ത് നെല്ലിമൂട്ടിൽ ശ്രീ ജോൺ റോസ്, ശ്രീ ജോർജ് കുട്ടി, ശ്രീ ജോഷി, ഒരു കുടുംബത്തിലെ 3 സഹോദരങ്ങൾ എന്നിവർ ചേർന്നാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത്. പൂർണ്ണമായും ഒരു സ്വകാര്യ സ്വത്താണ് ഈ സ്ഥാപനം. ഏകദേശം 4 പതിറ്റാണ്ടുകളായി ഈ പൂന്തോട്ടം കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ സസ്യ ഹോർട്ടിക്കൾച്ചർ പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാന സ്ഥാപനങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. മനോഹരമായ കാഴ്ചകളും വിശാലമായ പച്ചപ്പുകളുമുള്ള ഈ ഉദ്യാനത്തിൻ്റെ മഹത്തായ സൗന്ദര്യം ഇന്ത്യയിലും വിദേശത്തു നിന്നും വർഷം മുഴുവനും ഈ ഉദ്യാനത്തിലേക്ക് ആയിരക്കണക്കിന് സന്ദർശകർ എത്തിച്ചേരുന്നു. പ്രചോദനം, വിദ്യാഭ്യാസം, ഗവേഷണം, വിനോദം എന്നിവയുടെ ഉറവിടമായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു. 40 ഏക്കർ സ്ഥലത്താണ് പൂന്തോട്ടം. 1995 അതിമനോഹരമായ സൗന്ദര്യബോധമുള്ള മനുഷ്യൻ ശ്രീ ജോൺ റോസ് ആരംഭിച്ച അതിൻ്റെ അതുല്യമായ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഇത്തരത്തിലുള്ള മറ്റു പൂന്തോട്ടങ്ങളിൽ നിന്ന് വേറിട്ട ഒരു കാഴ്ചയായി നിലനിൽക്കുന്നു. ഈ ഉദ്യാനത്തിലെ നഴ്സറികളിലും മിസ്റ്റ് ഹൗസുകളിലും ഗ്രീൻ ഹൗസുകളിലും കൺസർവേറ്ററുകളുമായി 2000-ലധികം മരങ്ങളും കുറ്റിച്ചെടികളും ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്നു. പൂന്തോട്ടത്തിൽ വിവിധയിനം സസ്യങ്ങൾ, പ്രത്യേകിച്ച്
താമര, വാട്ടർ ലില്ലി, കള്ളിച്ചെടി പോലുള്ള സെറോഫൈറ്റുകൾ, പുഷ്പകൃഷി സസ്യങ്ങൾ എന്നിങ്ങനെയുള്ള ഹൈഡ്രോഫൈറ്റുകൾ വർദ്ധിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഫലവൃക്ഷങ്ങൾ, വിവിധതരം അലങ്കാരങ്ങൾ, ജാസ്മിൻ, ബാംബൂസ്, റോസ്, വള്ളിച്ചെടികൾ, ഫെർണുകൾ എന്നിവ തോട്ടത്തിന്റെ പ്രത്യേകതയാണ്. നടീൽ വസ്തുക്കളുടെ സംരക്ഷണത്തിനും വാണിജ്യപരമായ ഉപയോഗത്തിനുമായി ജെയിന്റ് വാട്ടർ ലില്ലി, ഫിക്കസ്, കൃഷ്ണ, നാഗലിംഗം തുടങ്ങിയവയാണ് ഉദ്യാനത്തിലെ രസകരമായ ചില സസ്യങ്ങൾ. കൂടാതെ 5 ഏക്കറിൽ കൃഷി ചെയ്തിട്ടുള്ള 500-ലധികം ഔഷധ സസ്യങ്ങൾക്കുള്ള വലിയ ഔഷധത്തോട്ടവും പൂന്തോട്ടത്തെ സമ്പന്നമാക്കുന്നു. തുടക്കം മുതൽ ഈ സ്ഥാപനം വിവിധ മേഖലകളിൽ അവിശ്വസനീയമായ പുരോഗതി കൈവരിച്ചു. പ്രത്യേകിച്ച് ബയോടെക്നിക്കൽ ഇടപെടലിലൂടെ ഉയർന്ന മൂല്യമുള്ള കാർഷിക, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറികൾച്ചർ, ലാൻഡ്സ്കേപ്പിംഗ് സസ്യങ്ങളുടെ വാണിജ്യ ഉൽപ്പാദനത്തിലും വിപണനത്തിലും.
എന്തുകൊണ്ടും വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ എത്തുന്ന സന്ദർശകർക്കായി നൽകുന്നത്. കണ്ടു തീർക്കാവുന്നതിലുമധികം ചെടികളുടെ കളക്ഷനും, അതുപോലെ റോസാ ചെടികളുടെ കളക്ഷനും, അതുപോലെ ബോൺസായി മരങ്ങളുടെ അപൂർവ കളക്ഷനും ഇവിടെ വരുന്നവർക്ക് കാണാൻ സാധിക്കും. നാല് വർഷമായിട്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയിട്ട്. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-11 വർഷം വരും. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ റോസ്, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്, കുറച്ച് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. പുതിയ ലെബോട്ടിക്ക, റംബുട്ടാൻ, സ്ട്രോബെറി, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ റോസ്, പിന്നെ എല്ലാം തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. പിന്നെ ലേബുണ്ട്, ടിഷ്യൂ കൾച്ചർ ലേബുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു ശേഖരങ്ങളുണ്ട്. പിന്നെ ഉള്ളതാണെങ്കിൽ ചെടിച്ചട്ടി, പ്ലാസ്റ്റിക്, സിമൻറ്റ്, സെറാമിക്, അങ്ങനെ ഒരുപാട് കളക്ഷൻ പോട്ടുകളുണ്ട്. പിന്നെയുള്ള പെബിൾസാണ്, ചെടിയുടെ മൂട്ടിലേക്ക് ഇടുന്ന കല്ലുകൾ. പിന്നെ നമ്മുടെ ഇൻ്റർലോക്കിന് പകരം വരുന്ന പാറക്കല്ല്. അങ്ങനെ ഒരു ഗാർഡൻ ചെയ്യാനുള്ള ഏകദേശം എല്ലാ മെറ്റീരിയലും നമുക്കിവിടെ തന്നെ ലഭ്യമാണ്. പിന്നെ അതിനടുത്തുള്ള വളങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ആമ്പൽ തൊട്ടി, താമര തന്നെ ഒരു 10 വെറൈറ്റി ഉള്ളതും താമര, പിന്നെ ഒരു 6-7 വെറൈറ്റി ആമ്പൽ, അങ്ങനെ ഒരുപാട് ഉണ്ട്. പിന്നെ ടിഷ്യൂ കൾച്ചർ, വാഴ, പിന്നെ അഗ്ലോണിമ, ഓർക്കിഡ്, ആന്തൂറിയം, പിന്നെ കേറ്റക്സ്, അങ്ങനെ കുറച്ചധികം ഐറ്റങ്ങളും. പിന്നെ പാം ഐറ്റങ്ങൾ, യെല്ലോ പാം, റെഡ് പാം, അങ്ങനെയുള്ള കുറേ പാം ഐറ്റങ്ങൾ. പിന്നെയുള്ളത് ബാമ്പുവിൻ്റെ കുറച്ച് കളക്ഷൻ. പിന്നെ ഗ്രാസ്, ബഫല്ലോ ഗ്രാസ്, മെക്സിക്കൻ ഗ്രാസ്, പിന്നെ പിങ്ക് പോയിൻറ്റ്, കൊറിയൻ, ബഫല്ലോ ഗ്രാസിൽ തന്നെ ഒരു 4 വെറൈറ്റികളുണ്ട്. വൈറ്റ്, ഗ്രീന്, അങ്ങനെയുള്ള 2 പിന്നെ കളറ്, അങ്ങനെയൊക്കെയുള്ളതുണ്ട്. പിന്നെ ഉള്ളത് റോസിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ അതവിടെ അടുത്ത് തന്നെ ബോൺസായി മ്യൂസിയം, പിന്നെ അവിടെ ഒരു റോസ് ഗാലറി ഉണ്ട്. കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരു 1000-ഓളം വെറൈറ്റി റോസ് സെലക്ഷൻ ഉണ്ട്. അവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്, 20 രൂപയാണ് പാസ് ഒരാൾക്ക്. അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് കാണാനുള്ളത്. പിന്നെ അല്ലാതെ തന്നെ തെറ്റി, ഇങ്ങനെ ഓണൽ പ്ലാന്റും, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ മെഡിസിൻ പ്ലാന്റുള്ള അടുത്ത് തന്നെ തൊട്ടടുത്തൊരു ബ്രാഞ്ച് ഉണ്ട്. അവിടെയാണെങ്കിൽ മെഡിസിൻ പ്ലാന്റ് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ സഞ്ചരിച്ച അടുത്ത് ഇതിൻ്റെ ബ്രാഞ്ചാണ്. ഫസ്റ്റ് അതാണ് സ്റ്റാർട്ടിങ്, അതിനുശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ കഴിഞ്ഞാൽ മെഡിസിൻ പ്ലാന്റ് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ചെടി സിമൻറ്റ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ സെറാമിക്കൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. പ്ലാസ്റ്റിക്കും പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ കച്ചവടം എങ്ങനെയാണ്? റീറ്റെയിലാണോ അതോ ഹോൾസെയിലായിട്ട്? ഹോൾസെയിലാണ് കൂടുതലും വരുന്നത്. വേറെ ചെറിയ നഴ്സറിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് പർച്ചേസ് ചെയ്ത്. അവർ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങനെയാണ്. ഇതിപ്പോൾ കാണുന്ന എല്ലാ സസ്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ്. അതോ നമ്മൾ കൂടുതലും റോസൊക്കെ കുറച്ച് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്നതുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്നതുണ്ട്, പുറത്തുനിന്ന് വരുന്നുണ്ട്. തൊഴിലാളികൾ 160ഓളം തൊഴിലാളികളുണ്ട്. എല്ലാം അന്യസംസ്ഥാന തൊഴിലാളികൾ കുറച്ചുണ്ട്. ഇത് ആണുങ്ങൾ കൂടുതലും അന്യദേശ തൊഴിലാളികളാണ്. ഒരു 23 ഏക്കറും തോന്നുന്നു. ഫുള്ളും ഈ ഗാർഡൻ തന്നെ? ഫുള്ളും ഗാർഡനും പിന്നെ ലേബായിട്ട്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ സെലക്ട് ചെയ്യുന്നതിലുമപ്പുറം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുവാൻ സാധിക്കും. ചെടികൾ, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ചെടിക്ക് ആവശ്യമായ വളങ്ങൾ, ചെടിച്ചട്ടികൾ, മനോഹരമായ കല്ലുകൾ, താമര, ആമ്പൽ, അതുപോലെ ജലസസ്യങ്ങൾ, ബോൺസായി മരങ്ങൾ, റോസാ ചെടികൾ, ഹാങ്ങിങ് പ്ലാന്റ്സ് തുടങ്ങി ഒട്ടനവധി ചെടികളുടെ കളക്ഷൻ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിങ്ങൾക്ക് കാണുവാൻ മാത്രമല്ല അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.